ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സ് ഡിസ്കഷൻ ആണ്. അതായത് ഇന്നലെ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 035/2020 എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചോദ്യം, ഒരു ക്ലോക്കിൽ സമയം 11:40 ആകുമ്പോൾ കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര എന്നാണ്. ഓപ്ഷൻസ്: എ 11:40, ബി 11:04, സി 11:20, ഡി 4:11. അപ്പൊ ഇത് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ കഴിയുന്നതാണ്. അതിന് ചെയ്യേണ്ടത് 11:40 തന്നതുകൊണ്ട് തന്നെ നമ്മൾ 23:60 നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 23:60 നിന്ന് 11:40 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും 12:20 എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 12:20 ആണ്. 23:60 നിന്ന് 11:40 കുറയ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 12:20. ഇനി 11:40 അല്ലാതെ 11 താഴെ ഏതെങ്കിലുമാണ് തന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 23:60 നിന്നല്ല 11:60 നിന്നാണ് നിങ്ങൾ മൈനസ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കണം. 11 മുകളിലാണ് സംഖ്യ എങ്കിൽ, അതായത് സമയം 11:40, 11:45 അങ്ങനെയാണ് സംഖ്യ എങ്കിൽ 23:60 നിന്നും, മറിച്ച് 9:05, 9:10 അങ്ങനെയൊക്കെ ആണെങ്കിൽ, അങ്ങനെയാണ് നമുക്ക് സമയം തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ 11:60 നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ആ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. 11 മുകളിലാണെങ്കിൽ 23:60 നിന്നും, 11 താഴെയാണെങ്കിൽ 11:60 നിന്നും മൈനസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ആൻസർ 12:20 എന്നാണ്. അടുത്തത്, ഈ വരുന്ന LDC പ്രിലിംസിന് വരുന്ന മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മളെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എന്നാൽ ഈ രീതി പഠിക്കാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 1 or 2 തവണ മാത്രം നോക്കുക. ഇത് വളരെ കൂടുതൽ സമയം നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നതാണ്. കുറെ നേരം ചിന്തിച്ച് ചിലപ്പോൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം 1, 2, 3 തവണ നോക്കുക. അതിനുശേഷവും ആൻസർ കിട്ടിയില്ലെങ്കിൽ അവസാനത്തേക്ക് വെക്കുക. അനാവശ്യമായി വെറുതെ സമയം കളയാൻ നിൽക്കരുത്. ഈ ഒരു മാർക്കിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ കളയുന്നത് 5 മാർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. അതുകൊണ്ട് തന്നെ ഇത് സംഖ്യയായിട്ട് തന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പാണ് ഇത് സംഖ്യകൾ വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതായത് എക്ക് 1, ബിക്ക് 2 അങ്ങനെ കൊടുത്തിട്ടുള്ളതായിരിക്കും ഷുവറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സംഖ്യ ABCD സെറ്റ് വരെ എഴുതുകയും അതുപോലെ തന്നെ അതിന് നമ്പർ കൊടുക്കുകയും ചെയ്യുക. ഇവിടെ ബാറ്റ് എന്നുള്ള വേർഡ് കൊടുത്തിരിക്കുന്ന സംഖ്യ 85 എന്നാണ്. ഈ 85 എന്ന സംഖ്യ എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കും. കാരണം ഇത് വന്ന രീതി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോരുക, അതായത് ആദ്യത്തിൽ നിന്ന് അവസാനത്തേക്ക് എടുക്കുക. ഇവിടെ 2ാമത് നിൽക്കുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുക, 25. ആ 25 ആഡ് ചെയ്യുക. അടുത്തത് എ ആണ് പറഞ്ഞിട്ടുള്ളത്. എ 1ാം സ്ഥാനത്താണ്. ഇവിടെ അവസാനം ഏതാണ്, 26. ആ 26 ആഡ് ചെയ്യുക. ഇനി ടി എന്ന് പറയുന്നത് 20ാം സ്ഥാനത്താണ്. അത് ഈ ലൈനിലാണ്. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് എടുക്കുക, അതായത് ഇവിടുന്ന് 1, 2, 3, 4, 5, 6, 7 കഴിഞ്ഞിട്ടാണ്. ഇവിടെ അതേപോലെ എടുക്കുക, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 7G എന്ന് കിട്ടി. അതായത് 7ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 7 എന്ന് കിട്ടി. അപ്പോൾ അതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 58 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ 25 + 26 + 7 എന്ന് ആഡ് ചെയ്യുമ്പോൾ 58 എന്ന ആൻസർ കിട്ടും. അവിടെയും നമുക്ക് ആൻസർ കിട്ടിയില്ല എന്ന് വരും. അപ്പൊ നമ്മൾ ഇതിലേക്ക് ചിന്തിച്ചു നോക്കുക, എന്താ ചെയ്തിട്ടുള്ളത്, കിട്ടിയ ആൻസറിന്റെ ഓപ്പോസിറ്റ് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്പോസിറ്റ് ഇടുമ്പോൾ എത്ര വരുന്നത്, 85 എന്നുള്ള സംഖ്യയാണ്. അപ്പോൾ 58നെ ഓപ്പോസിറ്റ് ഇട്ട് 85 എന്നുള്ള ആൻസർ കിട്ടും. അടുത്തത് തന്നിട്ടുള്ളത് ബോൾ എന്നാണ്. ബോൾ എന്നുള്ളതിനെ 18 ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നോക്കിയ പോലെ തന്നെ ബി നോക്കുക 25 എന്ന് കിട്ടും, എ നോക്കുമ്പോൾ 26 എന്ന് കിട്ടും, എൽ എന്ന് പറയുന്നത്
ഇവിടുന്ന് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം 12ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് എണ്ണി നോക്കുക 1 2 3 4 5 6 7 8 9 10 11 12 എന്ന് എണ്ണി കഴിയുമ്പോൾ നമുക്ക് ഈ ഓന്റെ സ്ഥാനത്തുള്ള 15 എന്നുള്ള സംഖ്യ കിട്ടും. ആ 15 ഇങ്ങോട്ട് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് ഇത് മൊത്തം പാടെ ആഡ് ചെയ്താൽ 81 എന്നുള്ള ആൻസർ കിട്ടും. ആ 81നെ നേരെ ഓപ്പോസിറ്റ് ഇട്ടാൽ 18 എന്നുള്ള ആൻസർ കിട്ടും. അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ള വിക്കറ്റ് എന്നുള്ളത് എങ്ങനെ എഴുതാം എന്നാണ്. അപ്പോൾ വിക്കറ്റ് എന്നുള്ളതും ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 91 എന്ന ആൻസർ കിട്ടും. ഓപ്ഷനിൽ 91 ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ 91 അല്ല നമ്മുടെ ആൻസർ 19 ആണ്. കിട്ടിയ ആൻസറിനെ ഓപ്പോസിറ്റ് ഇട്ട് എഴുതണം. അതുകൊണ്ട് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി 19 ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ പലർക്കും ഇപ്പോഴും ഡൗട്ട് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കുക. പിന്നെ ഒന്നുകൂടി ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു, ഇത് വളരെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ചിലർക്ക് തോന്നിയേക്കാം, ചിലർക്ക് എളുപ്പമായിരിക്കാം. അത് ഓരോരുത്തരുടേതനുസരിച്ചിട്ട്. മാത്സ് അറിയാത്തവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ 1 2 തവണ ഈ ചോദ്യം കേട്ടു നോക്കുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യനുകളും ചെയ്തു നോക്കുക. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി 19 ആണ്. അടുത്തത് 7 13 25 -97 എന്ന ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ ഏത്? ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം, ആദ്യം തന്നിട്ടുള്ള 7 4 എടുക്കുക. അതായത് ഈ രണ്ട് സംഖ്യകൾ എടുക്കുക. 7 4 പോന്നാൽ എത്രയാണ്? 3. ഇനി അടുത്ത സംഖ്യ 13 7 എടുക്കുക. നമ്മൾ സാധാരണ ഡിഫറൻസ് കാണുന്ന പോലെ തന്നെ 13 7 എടുത്തപ്പോൾ 6 കിട്ടി. അതുപോലെ 25 13 കിട്ടിയപ്പോൾ 12 കിട്ടി. ഇവിടെ വന്നിരിക്കുന്ന ഫോം എങ്ങനെ? 3ന്റെ ഇരട്ടി 6, 6ന്റെ ഇരട്ടി 12. അപ്പൊ ഇനി 12ന്റെ ഇരട്ടിയായ 24 25ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് ഓപ്ഷൻ ഡി 49 എന്നുള്ളത്. ഇത് വളരെ എളുപ്പമായിട്ടുള്ളതാണ്. നമുക്ക് LDCക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഇതും ഇതുപോലെ സമയം ചിലപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളും ഉണ്ടാകും. ഇത് വളരെ എളുപ്പമായിരുന്നു. ഇതുപോലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മാസത്തിൽ 40 രൂപ വീതം അടച്ച് 1.5 വർഷത്തിനുള്ള തീർക്കാവുന്ന വായ്പ 1 വർഷം കൊണ്ട് തീർക്കാൻ മാസം എത്ര രൂപ വീതം അടയ്ക്കണം? ഇത് വളരെ എളുപ്പമാണ്. ആദ്യം 40 മാസം, 1.5 വർഷം എന്ന് പറഞ്ഞാൽ 18 മാസമാണ്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മാസമായതുകൊണ്ട് തന്നെ മാസത്തിലേക്ക് മാറ്റണം. അപ്പൊ 1.5 വർഷം എന്ന് പറഞ്ഞാൽ 18 മാസമാണ്. 40 രൂപ വെച്ച് അടയ്ക്കുകയാണെങ്കിൽ 720 രൂപ എന്ന് കിട്ടും. ഇനി 720നെ 1 വർഷം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 വർഷം കൊണ്ട് തീർക്കാൻ മാസം എത്ര രൂപ അടയ്ക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 1 വർഷം കൊണ്ട് തീർക്കാൻ 720 / 12 ചെയ്യുമ്പോൾ 60 എന്ന ആൻസർ കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ 60 ആണ്. കിട്ടിയ സംഖ്യയെ 1 വർഷത്തിൽ 12 മാസമായതുകൊണ്ട് തന്നെ 720 / 12 ചെയ്യുക. അപ്പൊ നമുക്ക് 60 എന്ന് കിട്ടും. അപ്പോൾ 1 മാസം നമ്മൾ അടയ്ക്കേണ്ട സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 60 രൂപയാണ്. 60 രൂപ അടച്ചാൽ 1 മാസം കൊണ്ട് നമുക്ക് അടച്ചു തീർക്കാൻ കഴിയും. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ 60 ആണ്. ഇനി ഇതും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ബേസ് ഉള്ളവർക്കും ചെയ്തു പഠിക്കാം. ആദ്യം കാണുമ്പോൾ വളരെ ലോങ് ആയിട്ട് തോന്നിയേക്കാം. എങ്കിൽ പോലും നിങ്ങൾ ഈ ഫോമിൽ ഫോളോ ചെയ്താൽ തെറ്റില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാതെ മറ്റൊരു രീതിയും കൂടിയുണ്ട്. നമുക്ക് ആദ്യത്തെ രീതി ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചോദ്യം ഇങ്ങനെയാണ്: ഞങ്ങളും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ 199 ആകും. എങ്കിൽ ഞങ്ങൾ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഞങ്ങൾ എന്നുള്ളതിനെ എക്സ് എടുക്കുക. അപ്പൊ ഫസ്റ്റത്തെ ഞങ്ങളും അപ്പൊ എക്സ് പ്ലസ് എക്സ്. പിന്നെ ഞങ്ങളിൽ പകുതിയും എന്ന് പറയുമ്പോൾ x/2 എന്ന് പറയാം. പിന്നെ അതിൽ പകുതിയും എന്ന് പറയുമ്പോൾ x/2ന്റെ പകുതി എന്ന് പറഞ്ഞാൽ x/4 പ്ലസ് 1 കൂട്ടിയാൽ 199 കിട്ടും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കോമൺ ആയിട്ടുള്ളത് എടുത്തെഴുതുക. അതായത് എക്സ് ഉണ്ട്, അതുകൊണ്ട് 2x ആക്കി, ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ എഴുതി. അതിനുശേഷം 2x പ്ലസ് 2 വിഭാഗങ്ങളാക്കി തിരിക്കുക. ഇതിന് ആദ്യം ഇങ്ങനെ ഒരു വിഭാഗമാക്കുക. ആദ്യം ഇത് ചെയ്യുക. 2x പ്ലസ് x/2 എന്നുള്ളതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 2 × 2 4x കിട്ടും, പ്ലസ് x/2 കിട്ടും. അതായത് 4x പ്ലസ് x/2 എന്നാണ് ആൻസർ. അതായത് ഇതിൽ കാണിക്കേണ്ടത് അങ്ങനെയാണ്. സിസ്റ്റത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ശരിക്കും ഇങ്ങനെയാണ് വരിക: 4x പ്ലസ് x/2 പ്ലസ് x/4 ഈക്വൽ ടു 199 - 1.
ഈ +1 ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകുക. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയും. അതിനുശേഷം ഇവിടെ 4x + x എന്നുള്ളതിനെ 5x/2 എന്നാക്കി +x/4 = 198 എന്നാക്കി. 199 1 കുറച്ച് 198 എന്നാക്കി. അതിനുശേഷം ഇതിനെ പഴയ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 5x + 4 20x പ്ലസ് 2 × x 2x / 2 × 4 8. ഇതും പഴയ കാണിച്ച പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയാണ് 8 വരിക. ശ്രദ്ധിക്കുക, 20x + 2x / 8. അതിനുശേഷം 22x/8 = 192 എന്ന് കിട്ടി. കാരണം 20x + 2x 22x/8 = 198 എന്ന ആൻസർ കിട്ടും. അതിനുശേഷം 22x ഈ സമത്തിന് ഇവിടെ നിർത്തിയിട്ട് ഹരിക്കണം 8 അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്പിൾ ആവും. അപ്പൊ 198 × 8 എന്ന് പറയുമ്പോൾ 1584 എന്ന സംഖ്യ കിട്ടും. അതിനുശേഷം എക്സിനെ അവിടെ നിർത്തിയിട്ട് 22 ഇവിടെ ഗുണനമായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കുക. അപ്പോൾ 1584 ഹരിക്കണം 22 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 72 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ ഓപ്ഷൻ ഡി 72 എന്ന ആൻസർ കിട്ടും. ഇതാണ് ഒരു രീതി. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വളരെ വലുതായിട്ട് തോന്നിയിട്ടാണ്. ഇത് ഞാൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടി വലിച്ചു നീട്ടി എഴുതിയതാണ്. ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാം. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതല്ലാതെ ഞാൻ പറഞ്ഞൊരു മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസിൽ നിന്ന് എടുത്തെഴുതുകയാണ് ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം. 72, 74, 76, 78 എന്നുള്ളൊരു സംഖ്യയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്ന് കോമൺ ആയിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് 74 അല്ലെങ്കിൽ 76 എടുക്കാം. ആദ്യം 76 വെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ കിട്ടാൻ സാധ്യതയില്ല, കാരണം കിട്ടില്ലല്ലോ. അപ്പോൾ ഇതിനടുത്ത് വരുന്ന ഏതാണോ സംഖ്യ എന്ന് നോക്കുക. അങ്ങനെ എടുത്ത് ചെയ്യുകയാണെങ്കിലും ഇതിലും പെട്ടെന്ന് ആൻസർ കിട്ടും. പക്ഷെ ചിലവർക്ക് അത് റിസ്ക് ആയിട്ട് തോന്നിയേക്കാം. ചിലപ്പോൾ ഫസ്റ്റത്തെ തന്നെ ശരിയായേക്കാം, ചിലപ്പോൾ രണ്ടാമത്തെ ആവാം, ചിലപ്പോൾ മൂന്നാമത്തെ ആവാം, ചിലപ്പോൾ നാലാമത്തേലായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ഭാഗ്യവശാൽ, അതായത് ഭാഗ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് വരുന്ന ഒരു സംഖ്യ ഞാൻ ആദ്യം തന്നെ എടുക്കാൻ പറഞ്ഞത്. ഇതിലാണെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന 74 അല്ലെങ്കിൽ 76 എടുക്കാം. 76 എടുത്താൽ കൂട്ടേണ്ടതാണെങ്കിൽ പിന്നെ ഒരൊറ്റ സംഖ്യയുള്ളൂ 80 എന്നുള്ളത്. 76 ആണെങ്കിൽ കുറയ്ക്കേണ്ട സംഖ്യ ഏതാണെന്ന് നോക്കുമ്പോൾ 2 സംഖ്യ വരും. അപ്പോൾ അത് വെച്ചിട്ട് ഓപ്ഷൻസ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യുക. ഞാൻ പറയുന്ന ഒരു മെത്തേഡ് ആണെങ്കിൽ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു സംഖ്യ എടുത്ത് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 72 ആണ്. ഇനി അടുത്തത്, ഒരു വരിയിൽ അനു നിൽക്കുന്നത് മുന്നിൽ നിന്നും 8-മതും പിന്നിൽ നിന്നും 37-മതുമാണ് എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ടാകും? ഈ വരുന്ന LDCക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ആദ്യം തന്നിരിക്കുന്ന 2 സംഖ്യകളെ കൂട്ടുക, അതായത് 37ഉം 8ഉം കൂട്ടുക, 45 എന്നുള്ള ആൻസർ കിട്ടും. അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. ആൻസർ ഓപ്ഷൻ സി 44 എന്ന ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് തന്നിരിക്കുന്ന 37നെയും 8നെയും പ്ലസ് ചെയ്ത് 45 എന്ന് എഴുതുക. അതിനുശേഷം അതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി എന്നുള്ള ആൻസർ നമുക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്തത്, ഇത് നമുക്ക് ഈ വരുന്ന LDC അല്ലെങ്കിൽ 10th പ്രിലിംസിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ രീതി. അതായത് അരുൺ വീട്ടിൽ നിന്നും 4 കിലോമീറ്റർ നേരെ തെക്കോട്ട് നടന്നു. അതായത് 4 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഇടത്തോട്ട്, തെക്കിൽ നിന്ന് ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് വരിക. 6 കിലോമീറ്റർ മുന്നോട്ട് നടന്നു. അവിടെ നിന്നും വലത്തോട്ട് 4 കിലോമീറ്റർ മുന്നോട്ട് നടന്നു. ഇതാ ഇവിടെ വരച്ചിട്ടുണ്ട്. 4 കിലോമീറ്റർ മുന്നോട്ട് നടന്നു. വീട്ടിൽ നിന്നും ഇപ്പോൾ അരുൺ എത്ര അകലെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എത്ര അകലെയാണെന്ന് ചോദിച്ചാൽ ഇതാ ഈ അളവാണ് നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ നേരെ ക്രോസ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഈ 6ന്റെ ഇവിടെ 3ഉം ഇവിടെ 3ഉമായിരിക്കും. ഇനി നമ്മൾ കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. കർണം കാണാൻ എന്താ? പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. അതനുസരിച്ചിട്ട് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് ചെയ്യുമ്പോൾ ആൻസർ √25 എന്ന് കിട്ടും. അതായത് 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9. അപ്പോൾ √25 എന്ന് കിട്ടും. √25 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ ഇവിടെ 5 ആണ് വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയും 5 ആയിരിക്കും വരിക. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് 5 + 5 = 10 എന്ന് കിട്ടും. അതായത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 10 ആണ്. ഇനി അടുത്ത ചോദ്യം,
ഇത് ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യേണ്ടതാണ്. 48 മൈനസ് 12 ഹരിക്കണം 4 പ്ലസ് 6 ഹരിക്കണം 2 ഇൻറ്റു 3 എന്നാണ്. അത് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ 36, ബി 10, സി 18, ഡി 0. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യാം. 48 മൈനസ് 12 ആൻസർ 36 കിട്ടും. അതിനുശേഷം എടുത്തെഴുതുക 36 ഹരിക്കണം 4 പ്ലസ് 6 ഹരിക്കണം 2 ഇൻറ്റു 3. അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഹരണമാണ്. 36 ഹരിക്കണം 4 ചെയ്യുമ്പോൾ 9ഉം 6 ഹരിക്കണം 2 ചെയ്യുമ്പോൾ 3ഉം കിട്ടും. അതെ ഇൻറ്റു 3. ഇനി ചെയ്യേണ്ടത് ഏതാണ്? ഗുണനമാണ്. അപ്പോൾ ഗുണിക്കേണ്ടത് 3 ഇൻറ്റു 3 9. അപ്പോൾ 9 പ്ലസ് 9 18. ആൻസർ ഓപ്ഷൻ സി 18 ആണ്. ഇതൊക്കെ വളരെ എളുപ്പമാണ്. ബോർഡ് മാസ് റൂൾ പഠിച്ചാൽ മതി. ആദ്യം ബ്രാക്കറ്റിനെ ചെയ്യുക, പിന്നെ ഹരണം ചെയ്യുക, പിന്നെ ഗുണനം ചെയ്യുക, പിന്നെ മൾട്ടിപ്പിൾ ചെയ്യുക, പിന്നെ കുറയ്ക്കുക, കൂട്ടുക, കുറയ്ക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ബോർഡ് മാസ് റൂൾ വെച്ചിട്ടുള്ളത് തന്നെ. ഈ വരുന്ന പ്രിലിംസിന് ചോദിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി ലാസ്റ്റ് വൺ, ഒറ്റയാനെ കണ്ടെത്തുക. വളരെ എളുപ്പമാണ്. ഇതിലെ അഭാജ്യ സംഖ്യയാണ് ബാക്കി 2, 3, 5 എന്നുള്ളത്. 4 മാത്രം അല്ല. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മാത്സ് ആണ് നമ്മളിപ്പോ ഇന്ന് ചെയ്തത്. ഇത് സ്റ്റെനോഗ്രാഫറിൽ നടന്ന 3 ഭാഷകളിൽ നടന്നിട്ടുള്ള ഒരു എക്സാം ആണ്. അതായത് 13 ഒക്ടോബറിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.